കോഴ്സ് തീരും മുൻപേ ഫലം വന്നതോടെ തുടർ പഠനവും ജോലിയും മുടങ്ങി കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിലെ 24 വിദ്യാർത്ഥികൾ. ഇന്റേൺഷിപ്പ് പൂർത്തിയാകും മുൻപ് ഫലം പുറത്തുവന്നതാണ് കാരണം. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ലഭിച്ചവരും തുടർ പഠനത്തിന് ചേർന്നവരും ആശങ്കയിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. 3 വർഷം എക്സാമും ഞങ്ങൾ 1 വർഷം ഇൻറ്റേൺഷിപ്പാണ്. അതിൽ എക്സാം കഴിഞ്ഞതിൻ്റെ രീതിയിലാണ് ജോയിൻ കിട്ടിയിട്ട് ഓരോ കമ്പനി കൊടുക്കുക. ഞങ്ങൾക്ക് വന്നു വെച്ചാൽ ജൂലൈ 1 കൊടുത്തത് 2024. അടുത്ത വർഷം ജൂൺ 30 കോഴ്സ് ഇത് കഴിഞ്ഞു. ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞങ്ങളിവിടെ സബ്മിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ റിസൾട്ട് കുറച്ച് നേരത്തെ വന്നുപോയി. ജോലി ആയ കുട്ടികളുണ്ട്, ഹയർ സ്റ്റഡീസിൽ പോയ കുട്ടികളുണ്ട്. ഇപ്പോൾ 2 കുട്ടികൾ ബിടെക്കിന് ചേർന്നിട്ടുണ്ട്. അതിലൊരു കുട്ടിക്ക് റിസൾട്ട് വന്നു, ഒരു കുട്ടിക്ക് റിസൾട്ട് വന്നില്ല. അപ്പോൾ അവനിപ്പം കോളേജിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലാണുള്ളത്. പിന്നെ എനിക്കിപ്പോൾ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് മക്കൾ പഠിച്ചിട്ട് അതും ഹൈ മാർക്ക് വാങ്ങിയ കുട്ടികൾ, ആ കുട്ടികൾക്ക് സപ്ലി ഇല്ലാണ്ട് ഞങ്ങൾക്ക് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണം. മക്കൾ വാങ്ങിയ മാർക്ക് അതേപോലെ ഞങ്ങൾക്ക് കാണണം. അടുത്ത റിസൾട്ട് അപ്പോൾ വരും. അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് എപ്പോൾ റിസൾട്ട് വരാം, ആ റിസൾട്ട് ആ സമയത്ത് റിസൾട്ട് വരും. പക്ഷേ ഞങ്ങളിപ്പോൾ എനിക്കൊക്കെ ഇപ്പം ഫസ്റ്റ് ക്ലാസ് ഉള്ളതാണ്. ചില കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഡിസ്റ്റിങ്ഷൻ ഉള്ള കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് ആവും. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉള്ള സെക്കൻഡ് ക്ലാസ് ആയി സപ്ലൈ ആയിട്ട് വരും. സിനോജ് തോമസിന്റെ വിവരങ്ങളുമായി. സിനോജ്, എങ്ങനെയാണ് ഈ കോഴ്സ് തീരും മുമ്പ് ഫലം വരിക? എന്താണ് ഇപ്പോൾ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? സ്മൃതി, 2021 ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്ന 24 വിദ്യാർത്ഥികളുടെ 1 വർഷത്തെ ഭാവിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഇവരുടെ കോളേജ് അടിസ്ഥാനമാക്കിയുള്ള കോഴ്സ് പൂർത്തിയാകുന്നത്. അതിനുശേഷം 1 വർഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവരുടെ കോഴ്സ് പൂർണ്ണമായും പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ കണക്കാക്കിയാൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ വിവിധ കമ്പനികളിൽ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഈ വർഷം ജൂൺ 31 ഇന്റേൺഷിപ്പ് പൂർത്തിയാകുന്നു. അങ്ങനെ ജൂലൈ ആദ്യവാരം സർട്ടിഫിക്കറ്റുമായി കോളേജിൽ വിദ്യാർത്ഥികൾ എത്തുന്നു. പക്ഷേ കഴിഞ്ഞ ജൂൺ 21 തന്നെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിൽ ഇനി മാറ്റം വരുത്താതെ ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് റിസൾട്ട് നൽകാൻ കഴിയാത്ത സാഹചര്യം വരും. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കോളേജ് അധികൃതരും ഇതൊരു സാങ്കേതിക പ്രശ്നവും മാനുഷിക പരിഗണനയും വെച്ച് ഈ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്. കാരണം 24 വിദ്യാർത്ഥികൾ, ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് വേണ്ടി വിവിധ കോളേജുകളിൽ പണം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.